Hello everyone, welcome to this video. So in this video I am discussing about symbolic constants. Okay, so symbolic constants എന്താണെന്ന് പറയുന്നതിന് മുന്നേ എവിടെയാണ് നമ്മൾ symbolic constants കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് ഈ ഒരു ഇത് നിങ്ങൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിൻ്റെ ബേസിക് ലേ ഔട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കൊടുക്കുന്നു, ലിങ്ക് സെക്ഷൻ കൊടുക്കുന്നു, ദെൻ വി വിൽ ഗിവ് ഡെഫിനേഷൻ സെക്ഷൻ. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, so what are symbolic constants when it is actually used? അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ certain constants appear in a number of places in a program. അതായത് ചില കോൺസ്റ്റൻറ്റ്, ചില വാല്യൂസ് ഒരുപാട് തവണ നമ്മുടെ പ്രോഗ്രാമിന് വരുന്ന സമയത്താണ് സിംബോളിക് കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ 3.14 അല്ലേ, 3.14 ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പൈ. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൈൻ്റെ വാല്യൂ ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. 3.14 എന്ന് പറയുന്ന വാല്യൂ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനത് ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കേസിൽ നമ്മൾ ആ ഒരു വാല്യൂ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ we can give it as symbolic constant. അത് നമ്മൾ സാധാ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റും? സിംബോളിക് കോൺസ്റ്റൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി വേറൊരു എക്സാമ്പിളാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സംഭവം, ഫോർ എക്സാമ്പിൾ അത് 50 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ആ 50 എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൈ ഗിവിങ് സിംബോളിക് കോൺസ്റ്റൻറ്റ് ഇറ്റ് ഓഫേഴ്സ് ടു അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഇസ് മോഡിഫയബിലിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ അഡ്വാൻറ്റേജുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മോഡിഫയബിലിറ്റി. ഓക്കെ, സിംബോളിക് കോൺസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം മോഡിഫൈ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെൻ വി വാണ്ട് ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് പൈ ഫ്രം 3.14 to 3.142. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പൈൻ്റെ വാല്യൂ നമ്മൾ ഒന്ന് മാറ്റുകയാണ് 3.14 to 3.142 അല്ലേ. അപ്പോൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ എവിടെയൊക്കെ പൈ യൂസ് ചെയ്യുന്നുണ്ടോ, എവിടെയൊക്കെ 3.14 വാല്യൂ യൂസ് ചെയ്യുന്നുണ്ടോ അത് മൊത്തം നമ്മൾ പ്രോഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്യണം അല്ലേ. അത് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം അല്ലേ. ഓരോ 3.14 നോക്കിയിട്ട് അതിനെന്ത് ചെയ്യണം, 3.142 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇത് ചെയ്യുന്നതിന് പകരം വി ക്യാൻ ഡിഫൈൻ വാട്ട് സിംബോളിക് കോൺസ്റ്റൻറ്റ്. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കൊടുത്തു വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഹാഷ് ഡിഫൈൻ പൈ 3.14, ഹാഷ് ഡിഫൈൻ പൈ 3.14 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈ എന്ന് പറയുന്ന ഇത് എന്താണ്, സിംബോളിക് നെയിം ആണ്. ഇതിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് സെറ്റ് ചെയ്യും, 3.14 സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഈ പൈ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 3.14 ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ ഐ ക്യാൻ ഡു സംതിങ് ലൈക്ക് ദിസ്. ഏരിയ ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ ആർ സ്റ്റാർ ആർ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് ഐ വാണ്ട് ടു ചേഞ്ച് ദ വാല്യൂ ഫ്രം 3.14 to 3.142, ഇവിടെ മാത്രം എന്ത് ചെയ്താൽ മതി, 3.142 എന്നാക്കിയാൽ മതി. പ്രോഗ്രാം മൊത്തം സെർച്ച് ചെയ്തിട്ട് അത് മൊത്തം മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡിഫയബിലിറ്റി എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ അസ് ടു മോഡിഫൈ. ഓക്കെ, വേറൊരു എക്സാമ്പിളാണ് ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 50. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 50 ആണ്. അപ്പോൾ എവിടെ പ്രോഗ്രാമിൽ 50 യൂസ് ചെയ്യുന്നുണ്ടോ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ എന്തായിരിക്കും, 50 ആയിരിക്കും. സോ വി ആർ സെറ്റിംഗ് ദാറ്റ്. സോ ബൈ ഡൂയിങ് ദിസ് നമുക്ക് ഇപ്പം ഒരു ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് 50 എന്നുള്ളത് ഒരു 100 ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം 100 ആക്കി മാറ്റിയാൽ മതി. എവിടെയൊക്കെ ആ ഒരു 50 യൂസ് ചെയ്യുന്നുണ്ടോ ആ വാല്യൂസ് ഒക്കെ നോക്കി 100 ആക്കുക. ആ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ് ഓൺലി അറ്റ് ഹിയർ ഡെഫിനിഷൻ സെക്ഷനിൽ നമ്മൾ അവിടെ മാത്രം എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. സോ ഇറ്റ് ഓഫേഴ്സ് ദി അഡ്വാൻറ്റേജ് ഓഫ് മോഡിഫയബിലിറ്റി. അപ്പോൾ ഇറ്റ് വിൽ ബി ഈസി ടു മോഡിഫൈ. നമ്മൾ ഒന്നിൽ കൂടുതൽ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ എന്നുള്ളത് എളുപ്പമായിരിക്കും. ഓക്കെ,
And next advantage is understandability. It will be more easier for us to understand if we are using symbolic constant. നമ്മൾ പ്രോഗ്രാം മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും if we are using symbolic constants. Okay, for example നമ്മൾ ഇപ്പോൾ ഒരു വാല്യൂ 50 എന്ന് പറയുന്ന വാല്യൂ മൾട്ടിപ്പിൾ ടൈംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്ലാസിൻ്റെ സ്ട്രെങ്ത് 50 ആണ്. അത് പ്രോഗ്രാമിൽ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ചില 50 ഉദ്ദേശിക്കുന്നത് ചിലപ്പം ക്ലാസിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കില്ല, വേറെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് തവണ പ്രോഗ്രാമിൽ 50 വരുന്ന സമയത്ത് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. സോ ടു അവോയ്ഡ് ദാറ്റ് നമ്മൾ ഇങ്ങനെ ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുക എന്തായിരിക്കും, സ്ട്രെങ്ത് എന്നായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഇത് സ്ട്രെങ്ത് ആണ് അല്ലെ. വേറെ ഏതെങ്കിലും 50 വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. Okay, so that is the advantage. So understandability means by using symbolic constant we can understand the program in a better way. എളുപ്പത്തിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രോഗ്രാം മനസ്സിലാക്കാൻ പറ്റും if we are using symbolic constants. Okay, so ഇൻസ്റ്റെഡ് ഓഫ് അതായത് ഒരു വാല്യൂ തന്നെ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു സിംബോളിക് കോൺസ്റ്റന്റ് ആയിട്ട് ഡെഫിനിഷൻ സെക്ഷൻ പ്രോഗ്രാമിന്റെ ഡെഫിനിഷൻ സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ആൻഡ് മോർ എഫക്റ്റീവ്. അപ്പോൾ ഈ രണ്ട് അഡ്വാൻറ്റേജുകളാണ് സിംബോളിക് കോൺസ്റ്റന്റ്സ് ഓഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് മോഡിഫയബിലിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത്, അതിൻ്റെ സിൻടാക്സ് ആണ് നമ്മൾ പറയുന്നത്, സിൻടാക്സ് ഓഫ് സിംബോളിക് കോൺസ്റ്റന്റ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദ സിൻടാക്സ് ഓഫ് എവറിത്തിങ് സോ ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് സിൻടാക്സ് എറേഴ്സ്. ഓക്കെ, സിൻടാക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. സി ദിസ് ഈസ് ദ സിൻടാക്സ്. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക, ഡിഫൈൻ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ഹാഷ് ഡിഫൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് സിംബോളിക് നെയിം. അതിനുശേഷം വാല്യൂ ഓഫ് ദ കോൺസ്റ്റന്റ്. അതായത് ഈ ഒരു സിംബോളിക് നെയിമിലേക്ക് കൊടുക്കേണ്ട വാല്യൂ എന്താണ്, അതായത് ഇത് ആക്ച്വലി എന്തിന് സിമിലർ തന്നെയാണ്, നമ്മളൊരു വാരിയബിളിന് സിമിലർ തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു സം എന്ന് പറയുന്ന വാരിയബിൾ യൂസ് ചെയ്യുന്നു, അതിലേക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ തവണ നമുക്ക് ഇതിൽ മാറ്റാൻ പറ്റും. ബട്ട് അതിന് പകരമായിട്ട് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മേലെ അത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ദിസ് വൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്നതാണ്, അത് നമ്മൾ മേലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ഇത് ആക്ച്വലി വാരിയബിൾ പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് വർക്ക്സ് ഡിഫറെൻ്റ്ലി. ഓക്കെ, സോ ഹാഷ് ഡിഫൈൻ ഒരു എക്സാമ്പിൾ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 50. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന നെയിം അതിൻ്റെ വാല്യൂ ആയിട്ട് എത്ര സെറ്റ് ചെയ്യും, 50 സെറ്റ് ചെയ്യും. ഇനി നമുക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് തവണ സെയിം കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്ന സമയത്താണ്. ഒരു പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ടൈംസ് സെയിം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സെയിം വാല്യൂസ് വരുന്ന സമയത്താണ് സിംബോളിക് കോൺസ്റ്റന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദർ ഇസ് നോ സെമി കോളൻ ഹിയർ. ഇവിടെ എന്തില്ല, സെമി കോളൻ വെച്ചിട്ടല്ല ലൈൻ എൻഡ് ചെയ്യുന്നത്. സോ വളരെ റെയർ ആയിട്ടുള്ള ചില ലൈൻസ് മാത്രമേ നമ്മളെ സിയിൽ സെമി കോളൻ ഇല്ലാതെ എൻഡ് ചെയ്യുന്നുള്ളൂ. അതിലൊരു ലൈനാണ് സിംബോളിക് കോൺസ്റ്റന്റിൻ്റെ ലൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ വി വാണ്ട് ടു ലേൺ അബൌട്ട് ദ റൂൾസ്. അതായത് സിംബോളിക് കോൺസ്റ്റന്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലേ. നമ്മൾ ഇതിൻ്റെ മുന്നേയും ഒരുപാട് റൂൾസ് പഠിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫയേഴ്സ് കൊടുക്കുമ്പോൾ റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിഫയറിൽ മോർ സ്പെസിഫിക്കലി വാരിയബിൾസിന് നെയിം കൊടുക്കുമ്പോൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിംബോളിക് നെയിംസ് അല്ലെങ്കിൽ സിംബോളിക് കോൺസ്റ്റന്റ്സ് കൊടുക്കുന്ന സമയത്ത് വി ഹാവ് ടു ഫോളോ സം റൂൾസ്. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ഗിവിംഗ് ലൈക്ക് ദിസ് ഇസ് പെർഫെക്റ്റ്, ഇത് ഫൈൻ ആണ്, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സിംബോളിക് കോൺസ്റ്റന്റ്സ് ഹാവ് ദ സെയിം ഫോം ആസ് ദ വാരിയബിൾ നെയിംസ്. സിംബോളിക് കോൺസ്റ്റന്റ്സിന് സെയിം ഫോം തന്നെയാണ് വാരിയബിൾ നെയിംസ് പോലെ തന്നെ. അതായത് വാരിയബിൾ നെയിംസിന് കുറച്ച് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ദിസ് വൺ, സെക്കൻഡ് ലെറ്റർ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ആൽഫബറ്റ് അല്ലേ, അല്ലെങ്കിൽ ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസൊക്കെ ഇവിടെയും അപ്ലിക്കബിൾ തന്നെയാണ്. ബട്ട് ഒരൊറ്റ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോർമലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാരിയബിൾസ് വി യൂസ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, സോ സിംബോളിക് നെയിംസിന് അതേ ഫോം തന്നെയാണ് ലൈക്ക് വാരിയബിൾസ്. ബട്ട് ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സിംബോളിക് നെയിംസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ബട്ട് വാരിയബിൾസിന് നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് വാരിയബിൾസിന് നോർമലി സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് നോ ബ്ലാങ്ക് സ്പേസ് ബിറ്റ്വീൻ ഹാഷ് സിംബൽ ആൻഡ് ദ വേർഡ്
define is permitted. അതായത് ഹാഷ് സിമ്പലിൻ്റെ ഇടയിലും ഡിഫൈൻ എന്ന് പറയുന്ന വേർഡും അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഹാഷ് കഴിഞ്ഞ് ഡിഫൈൻ ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവരുത്, സ്പേസ് ഉണ്ടാവരുത്. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് റൂൾ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഹാഷ് മസ്റ്റ് ബി ദ ഫസ്റ്റ് ക്യാരക്ടർ ഇൻ ദ ലൈൻ. ആ ലൈനിലുള്ള ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം, ഹാഷ് ആയിരിക്കണം. അത് നമ്മളൊരു ഹാഷ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ലൈനിലെ ഫസ്റ്റത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഹാഷ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് എ ബ്ലാങ്ക് സ്പേസ് ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ ഹാഷ് ഡിഫൈൻ ആൻഡ് സിംബോളിക് നെയിം ആൻഡ് ബിറ്റ്വീൻ ദ സിംബോളിക് നെയിം ആൻഡ് ദ കോൺസ്റ്റന്റ്. അതായത് ഹാഷ് ഡിഫൈൻ കഴിഞ്ഞിട്ട് സിംബോളിക് നെയിം, സിംബോളിക് നെയിം കഴിഞ്ഞിട്ട് കോൺസ്റ്റന്റ്, ഇതിൻ്റെ ഒക്കെ ഇടയിൽ സ്പേസ് ഉണ്ടായിരിക്കണം. ഹാഷ് ഡിഫൈൻ കഴിഞ്ഞിട്ട് സിംബോളിക് നെയിം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്പേസ്, അതുപോലെ തന്നെ ഈ ഒരു സിംബോളിക് നെയിം കൊടുത്തു ആ വാല്യൂ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു സ്പേസ്. അപ്പോൾ ഇത് നിർബന്ധമാണ്. ഓക്കെ, ഇനി അടുത്ത റൂളാണ് ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് നോട്ട് എൻഡ് വിത്ത് എ സെമികോളൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എന്ത് ചെയ്യരുത്, സെമികോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതാണ് ആഫ്റ്റർ ഡെഫിനിഷൻ സിംബോളിക് നെയിംസ് ഷുഡ് നോട്ട് ബി അസൈൻഡ് അതർ വാല്യൂ വിത്തിൻ ദ പ്രോഗ്രാം ആസ് ഫോളോസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം പ്രോഗ്രാമിൽ വന്നിട്ട് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്, ദിസ് ഈസ് ഇല്ലീഗൽ, വി കനോട്ട് ഡു ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 100 ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഗ്രാമിൻ്റെ മേലെ പോയിട്ട് എന്ത് ചെയ്യണം, 100 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ എന്തായിട്ട് മാറ്റും, 100 ആക്കിയിട്ട് മാറ്റും. ഓക്കെ, സോ വി കനോട്ട് ഡു ലൈക്ക് ദിസ്. ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അല്ലേ, നമ്മൾ വോയിഡ് മെയിൻ്റെ ഉള്ളിൽ ആണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ സിംബോളിക് നെയിംസ് കൊടുക്കുന്നത്. ഇവിടെ ഗ്ലോബൽ ഡിക്ലറേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരിക്കലും പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഹാഷ് ഡിഫൈൻ വെച്ച് കൊടുത്ത സാധനത്തിൻ്റെ വാല്യൂ ഒരിക്കലും മാറ്റാനുള്ള സ്കോപ്പില്ല. വി കാനോട്ട് ഡു ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇല്ലീഗൽ. ഇനി അടുത്ത റൂളാണ് പറയുന്നത്, that is symbolic names are not declared for data types. Symbolic names are not declared for data types. It data type depend on the type of the constant. അതായത് നമ്മൾ സിംബോളിക് നെയിംസ് കൊടുക്കുന്ന സമയത്ത് വേരിയബിൾസ്, അതായത് സിംബോളിക് നെയിംസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിംബോളിക് കോൺസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡാറ്റ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അതേ സമയത്ത് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ഇൻറ്റ് എക്സ് ഇസ് എ വേരിയബിൾ അല്ലേ, വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ഈ എക്സിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളതും കൂടെ നമ്മൾ പറയണം. അതേ സമയത്ത് ഹാഷ് ഡിഫൈൻ സ്ട്രെങ്ത് 50 വി ആർ നോട്ട് സ്പെസിഫൈയിങ് എനി ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇത് സിംബോളിക് നെയിംസിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. അതായത് വേരിയബിളും സിംബോളിക് നെയിംസും നോക്കുന്ന സമയത്ത് വേറൊരു ഡിഫറൻസ് ആണ്. ഇൻ ദ കേസ് ഓഫ് സിംബോളിക് കോൺസ്റ്റന്റ് വി ആർ നോട്ട് അസൈനിങ് എനി ഡാറ്റ ടൈപ്പ് ഓർ വി ആർ നോട്ട് സ്പെസിഫൈയിങ് എനി ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഡാറ്റ ടൈപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവം ഇൻറ്റീജർ ആയിട്ട് എന്ത് ചെയ്തോളും, കമ്പൈലർ കൺസിഡർ ചെയ്തോളും. ഓക്കെ, സോ വി ഡോണ്ട് നീഡ് ടു പ്രൊവൈഡ് എനി ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ് വൺ, ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് മേ അപ്പിയർ എനിവെയർ ഇൻ ദ പ്രോഗ്രാം ബട്ട് ബിഫോർ ഇറ്റ് ഈസ് റെഫറൻസ്ഡ് ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേലെ ഡെഫിനിഷൻ സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാഷ് ഡിഫൈൻ കൊടുക്കുന്നത്. ബട്ട് അവിടെ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബട്ട് നമ്മൾ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവം പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കണം. ഓക്കെ, സോ വി ക്യാൻ പ്രൊവൈഡ് ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ്സ് എനിവെയർ ഇൻ ദ പ്രോഗ്രാം ബട്ട് ബിഫോർ വി ആർ യൂസിങ് ദാറ്റ് കോൺസ്റ്റന്റ്. ആ ഒരു സിംബോളിക് നെയിം യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ആ ഒരു ഇതിൻ്റെ റൂള്. Okay, so these are the rules to be followed when we are giving symbolic constant. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി, അതായത് ഒരു പ്രോഗ്രാമിൽ സിംബോളിക് കോൺസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് നെസസറി, ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ് ടു ഗിവ് സിംബോളിക് കോൺസ്റ്റൻസ്. Okay, so that it will be easier to understand and it will be easier for us to modify. അപ്പോൾ ഇതുപോലുള്ള അഡ്വാൻറ്റേജസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംബോളിക് കോൺസ്റ്റൻസ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിംബോളിക് കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഹാഷ് ഡിഫൈൻ എക്സ് ഈക്വൽ ടു 25. ദിസ് ഇസ് ഇൻവാലിഡ്. ഇതെന്താണ്, ഇൻവാലിഡ് ആണ്. കാരണം നമ്മൾ ഹാഷ് ഡിഫൈൻ എക്സ് 25 എന്ന് കൊടുത്താൽ ഇത് ഓക്കെയാണ്, ബട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഇൻവാലിഡ്. ഓക്കെ,
Look at the second example, hash define max 10. Hash define max 10. So ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഹാഷും ഡിഫൈനും ഇതിൻ്റെ ഇടയിൽ സ്പേസ് അലൗഡ് അല്ല നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ ദിസ് ഈസ് ഓൾസോ ഇൻവാലിഡ്. Third one, hash define n25 semicolon. This is also invalid because here we are using semicolon. Semicolon എന്തില്ല, ഇതിൽ അലൗഡ് അല്ല. These are preprocessor directives. Preprocessor directives ആയിട്ട് നമ്മൾ പറയുന്നത് hash define statementsഉം അതേപോലെ തന്നെ hash include statementsഉം ആണ്. hash define, hash include ഇത് രണ്ടും preprocessor directives ആണ്. Preprocessor directivesൽ എന്തുണ്ടാവില്ല, സെമിക്കോളൻ ഉണ്ടാവില്ല. ഓക്കെ. സോ ഹാഷിംഗ് എന്തുകൊണ്ടാണ് ഇതിനെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ എന്ത് ചെയ്യും, വാല്യൂസ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, വാട്ട് ഈസ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. ബട്ട് നൗ for the time being you understand that hash define statements are considered as preprocessor directives. Okay, so look at the next example, hash define n5, m10. This is invalid because ഇവിടെ നമ്മൾ ഒരു ലൈനിൽ ഒന്നിൽ കൂടുതൽ കോൺസ്റ്റൻസിനാണ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. n എന്ന് പറഞ്ഞ് 5 ആണ് സെറ്റ് ചെയ്യുന്നു, കോമ ഇട്ടിട്ട് m എന്ന് പറഞ്ഞിട്ട് 10 എന്ന് സെറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ഇൻവാലിഡ്. ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഒരു ലൈനിൽ ഒരു കോൺസ്റ്റന്റിന് മാത്രമേ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ അറേ 11. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡി എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന സമയത്ത് ഡിഫൈൻ കംപ്ലീറ്റ്ലി എന്തിലായിരിക്കണം, സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഇവിടെ ഡി എന്നുള്ളത് ക്യാപിറ്റൽ കൊടുത്തതുകൊണ്ട് ദിസ് ഇസ് ഓൾസോ ഇൻവാലിഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹാഷ് ഡിഫൈൻ പ്രൈസസ് 100. ഹാഷ് ഡിഫൈൻ പ്രൈസസ് 100. This is also invalid. ഇതെന്താണ് ഇൻവാലിഡ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഇൻവാലിഡ്. ഓക്കെ. സോ പ്രൈസസ് എന്ന് പറയുമ്പോൾ പ്രൈസസ് ഡോളർ അല്ലെ, വാരിയബിൾ നെയിംസിൻ്റെ ഇടയിൽ ഒരിക്കലും ഡോളർ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സിംബോളിക് നെയിംസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോളർ കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻവാലിഡ്. സോ ഓൾ ദീസ് എക്സാമ്പിൾസ് ഗിവൺ ഹിയർ ആർ ഇൻവാലിഡ് എക്സാമ്പിൾസ്. വി cannot give like this. Okay, so they are considered as hash defined statements are considered as preprocessor directives. So I think you understood the topic. So that's all in this video. Thank you.